കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ പ്രധാന മറായ പെരുന്നാളിൽ ഒന്നായിരിക്കുന്ന വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പെരുന്നാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. ശ്ലീഹ നൊയിമ്പ് വീടുന്നതായ ദിവസവും കൂടിയാണ്. സഭയുടെ ചരിത്രത്തിൽ പത്രോസ് ശ്ലീഹായിക്കും പൗലോസ് ശ്ലീഹായിക്കും പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. അവരെ പ്രത്യേകമായി നാലാം തുപതിനിൽ എല്ലാ കുർബാനയിലും നാം ഓർക്കുന്നുണ്ട്. ശ്ലീഹന്മാരിൽ പ്രധാനി എന്നുള്ള രീതിയിൽ പത്രോസ് ശ്ലീഹ എന്നും യേശുക്രിസ്തുവിനോട് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അടുത്തു നിന്ന ആളാണ്. എന്നാൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തീയ സഭയിലേക്ക് വന്ന യഹൂദന്മാരിൽ പരീശനായിരുന്ന പൗലോസ് ശ്ലീഹ മറ്റെല്ലാ ശ്ലീഹന്മാരെക്കാളും ശ്രേഷ്ഠനായി സഭയുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന 14 ലേഖനങ്ങൾ എഴുതി പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥകർത്താവായി തീർന്നു. പലപ്പോഴും പൗലോസ് ശ്ലീഹായെക്കുറിച്ച് ചരിത്രകാരന്മാർ ക്രിസ്തീയ സഭയുടെ രണ്ടാം ശില്പി എന്ന് പറയാറുണ്ട്. ഈ പിതാക്കന്മാരുടെ ശ്രേഷ്ഠതയും ആ ശ്രേഷ്ഠത നമുക്ക് നൽകുന്ന സന്ദേശവും എന്താണ്? ഒന്നാമത്, ഈ പിതാക്കന്മാർക്ക് ലഭിച്ചതായ ദൈവവിളി അത് അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളവരുടെ തയ്യാറെടുപ്പ്, അതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു ജോലി നിർവഹിച്ചു വരുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു മുക്കുവനായിരുന്ന പത്രോസ്. ന്യായപ്രമാണങ്ങളോ അല്ലെങ്കിൽ ഫിലോസഫികളോ ഒന്നും അറിയാൻ പാടില്ലാത്തയാള്. പക്ഷെ ദൈവം വിളിച്ച തൻ്റെ 12 ശ്ലീഹന്മാരിൽ പ്രധാനിയാക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന് മറ്റെല്ലാ ശ്ലീഹന്മാരെക്കാൾ മുമ്പിലെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാൻ പിതാവാൻ ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തൽ സ്വീകരിക്കാനിടയായ ശ്ലീഹയാണ്. അദ്ദേഹത്തെയാണ് നീ എന്നെ അനുഗമിച്ചാൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ച് ഓരോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ ശ്രമിച്ച വലിയ ന്യായപ്രമാണ പണ്ഡിതൻ, ഗമാലിയലിൻ്റെ കീഴിലിരുന്ന് പഠിച്ചതായ പണ്ഡിതനായിരുന്നു പൗലോസ് ശ്ലീഹ. എബ്രായ ഗ്രീക്ക് ഭാഷകളുടെ വളരെ പ്രാവീണ്യം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ വിളിക്കുന്നതായ സമയത്ത് തൻ്റെ സഭയെ ഉപദ്രവിക്കുന്ന ഒരാളിനെ വിളിച്ച് തൻ്റെ സഭയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഈ പദ്ധതികൾ ദൈവം പ്രാവർത്തികമാക്കുമ്പോൾ അതിന്
വിധേയപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് പിതാക്കന്മാരും നമുക്ക് നൽകുന്നത് ദൈവവിളിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ലോകത്തിൽ നമ്മളെയൊക്കെ ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ മക്കളാണ്. ഈ ലോകത്തിൽ മരിക്കുന്നവരെ നമുക്ക് ജീവിച്ച് പ്രവർത്തിക്കുവാനുള്ളത് പലതരത്തിലുള്ള പ്രവർത്തന ശൈലികളാണ്. എന്ത് പ്രവർത്തന ശൈലിയിലേക്ക് നമ്മെ വിളിച്ചാലും അത് ദൈവ നിയോഗത്തിലാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവനിയോഗത്തിലാകുന്ന ആ ശുശ്രൂഷ ആത്മാർത്ഥതയോടെ നിർവഹിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം ആരായിരിക്കുന്നു എന്നുള്ളതല്ല, നാം എങ്ങനെയായിരിക്കുന്നു, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിൽ എല്ലാവർക്കും ഓരോരോ ദാനങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. വിവിധങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ, ജോലികൾ ഒക്കെയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സ്ഥാനവും ജോലിയും എന്തെല്ലാം ഈ ലോകത്ത് ജപിച്ചാലും അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനായിട്ടുള്ള വിളി സ്വീകരിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായ ദാസനെന്ന് നമുക്ക് പേരുണ്ടാവും. 5 താലന്ത് ലഭിച്ചോ, 10 താലന്ത് ലഭിച്ചോ, 1 താലന്ത് ലഭിച്ചോ, 2 താലന്ത് ലഭിച്ചോ, അതല്ല പ്രാധാന്യം. ലഭിച്ച താലന്തുകൂടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവം കണക്ക് ചോദിക്കുന്നത്. ലഭിച്ച താലന്തുകൊണ്ട് വിശ്വസ്തനായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകും. രണ്ടാമത് ആ പിതാക്കന്മാരുടെ സന്ദേശം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന് വേണ്ടി മരണത്തോളം കഷ്ടപ്പെടുവാൻ തയ്യാറായി എന്നുള്ളതാണ്. നാം വായിച്ചു കേട്ടത് വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. വിശുദ്ധ പത്രോസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായ ഭാഗമാണ്. അവിടെ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കണം. അങ്ങനെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ച പത്രോസ്ലിഹ തനിക്ക് ഏറ്റവും വലിയതായ ക്രൂശ് സഹിക്കേണ്ടി വന്നത് തൻ്റെ ജീവിതത്തിൽ തന്നെയാണ്. കർത്താവൊരിക്കൽ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, മറ്റെല്ലാ ശിഷ്യന്മാരുമൊക്കെ എന്നെ വിട്ടുപോയി, നിങ്ങൾക്കും പോകരുതോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിന്റെ അടുക്കൽ ജീവൻ്റെ വചനമുണ്ടെന്നുള്ളതാണ്. അത്രമാത്രം അടുപ്പമായിരുന്നു പത്രോസ്ലിഹായിക്ക്. ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് ആണയിട്ട് പറയുവാൻ തക്കവണ്ണം അത്ര സ്നേഹവും വിശ്വസ്തതയുമായിരുന്നു കർത്താവിനോടുള്ളത്. തനിക്ക് നേരിട്ടതായ വലിയ പരീക്ഷ എന്താണ്? കർത്താവിനെ വിസ്തരിക്കുന്നതായ സമയത്ത് കർത്താവിനെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ പത്രോസ്ലിഹ പതറിപ്പോയി. ഞാനവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം ഏറ്റുപറയേണ്ടി വന്നു. പക്ഷെ ആ പരീക്ഷണത്തിൽ അവനെ തള്ളിക്കളയാതെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസ്ലിഹായെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പത്രോസ്ലിഹായെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത്രമാത്രം വലിയൊരു കഷ്ടപ്പാടിൽ കൂടി വലിയൊരു പരീക്ഷണത്തിൽ കൂടി കടന്നുപോയെങ്കിലും ആ പരീക്ഷണത്തിൽ ബലഹീനനായി തീർന്നവനെ സഹായിക്കുകയാണ്. അതുതന്നെ പൗലോസ്ലീഹായുടെ ജീവിതത്തിലും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, വെളിപാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്കെൻ്റെ ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു.
സാത്താൻ്റെ ദൂതനെ എന്നെ കുത്തുവാൻ തന്നിരിക്കുക. ഇത് മാറിപ്പോകണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. വിക്കനായ മോശയെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുത്ത് നടത്തിയതുപോലെ ജഡത്തിലുള്ള ശൂലമോ പ്രയാസങ്ങളോ എന്തുണ്ടായിരുന്നാലും ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി കൊടുത്ത് കഷ്ടതകളുടെ അവരെ വഴി നടത്തുകയാണ്. കള്ളന്മാരാളുടെ ആപത്ത്, കടലിലെ ആപത്ത്, ഇങ്ങനെ പലതിനെക്കുറിച്ച് പറയുന്നുണ്ട് പൗലോസ്ലീഹ. എന്നാൽ അതിനെല്ലാം അതീതമായിട്ട് ദൈവം തമ്പുരാൻ വഴി നടത്തിയത് എന്താണ്? ദൈവകൃപയിലാണ്. കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതല്ലാത്തതായ കാരണത്താൽ നാം കഷ്ടപ്പെടേണ്ടി വരുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് താതാത്മ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ കഷ്ടത്തോട് അനുരൂപമാകുന്നത് സ്വന്തമായിരിക്കുന്ന തിന്മകൾ കൊണ്ടോ തെറ്റുകൾ കൊണ്ടോ അല്ലാതെ നേരിടുന്നതായ കഷ്ടതകളാണ്. അവയിലെല്ലാം നമുക്ക് ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, കരുതുന്നവനായ ദൈവം, നമ്മെ വഴി നടത്തുന്നവനായ ദൈവം ഉണ്ടെന്നുള്ള ആശ്വസിക്കുവാൻ പത്രോസ്ലീഹായിക്കും പൗലോസ്ലീഹായിക്കും കർത്താവ് അവസരം നൽകി. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ഒഴിവാക്കാൻ പാടില്ലാത്തതായ പല അപകടങ്ങളിലോ രോഗങ്ങളിലോ ദുഃഖങ്ങളിലോ കഷ്ടതകളിലോ ഒക്കെ നമുക്ക് വരും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളും പരിശോധനകളിലും നമ്മളായിപ്പോകാം. പക്ഷെ അതിൽ നമ്മൾ നിരാശരാകേണ്ട. നമ്മൾ കർത്താവിനോട് അടുത്താണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് കഷ്ടതകൾ വന്നിരുന്നാലും പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ അത് വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കാണ്. വീണ്ടും ദൈവത്തോട് അടുത്ത് കൂടുതൽ ചെല്ലുവാനായി, ദൈവമഹത്വം കൂടുതൽ അനുഭവിച്ചറിയുവാനായിട്ട് നൽകുന്ന അവസരമായിട്ട് കഷ്ടതകളെ മനസ്സിലാക്കി ആ പിതാക്കന്മാർ അതാണ് നമുക്ക് അവർ പറഞ്ഞു തരുന്നത്. എല്ലാ കഷ്ടതകളും അനുഭവിച്ചതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തെ പറഞ്ഞിട്ട് പറയുന്നത്, ഇതിലൊക്കെ ഞങ്ങൾ പൂർണ്ണ വിജയം പ്രാപിക്കുകയാണ്. കാരണം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യമാണ്. മൂന്നാമത്, ഈ പിതാക്കന്മാർ ഈ കഷ്ടത അനുഭവിച്ചത് തലകീഴായി കുരിശിക്കപ്പെടുവാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസ്ലീഹായിക്ക് അല്പവും നിരാശയില്ല. ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കാരാഗ്രഹത്തിലിട്ടപ്പോൾ നിരാശയായില്ല. തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ആ മരണശിക്ഷ തന്നെ ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തെ വെളിപ്പെടുത്താനുള്ള മാർഗമായി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ നാഥനായ യേശുവിൻ്റെ കാലിനെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം, അതുകൊണ്ട് എന്നെ തലകീഴായി കുരിശിത്തറയ്ക്കണമെന്ന് പറഞ്ഞത്. തലകീഴായി കുരിശിത്തറയ്ക്കപ്പെട്ടു. മരണത്തിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വിട്ടുമാറാത്തത് എന്തുകൊണ്ടാണ്? കള്ളന്മാരാളുടെ ആപത്ത്, കടലിലെ ആപത്ത്, ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടത്, ഇങ്ങനെ പൗലോസ്ലീഹ ഇതെല്ലാം പറയുന്നു. ഇതിലൊക്കെ ഞങ്ങൾ പൂർണ്ണ വിജയം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ലോകജീവിതത്തിൻ്റെ കഷ്ടതകൾ നൈമിഷികമങ്ങ് അവിടെ ലഭിക്കുന്ന 70-80 വർഷത്തെ ജീവിതം അത് കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞതാണെങ്കിലും അതിനപ്പുറത്ത് വാടാത്ത ഒരു കിരീടം നമുക്കായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഭയപ്പെടാതെ സൂക്ഷിക്കേണ്ടത്. ഇത് തന്നെയാണ് സഭയുടെ നമ്മുടെ പിതാക്കന്മാരും അവലംബിച്ചതായ മാർഗം. സഭയ്ക്ക് വേണ്ടി അവർ ജീവിച്ചു, സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പാടേറ്റു,
സഭയ്ക്ക് വേണ്ടി അപമാനമേറ്റു, സഭയ്ക്ക് വേണ്ടി ത്യാഗമനുഭവിച്ചു. എന്തിനാണ്? ലോകജീവിതം കഴിഞ്ഞാലും നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ നല്ല പോർപൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കവിടെ മുടഞ്ഞു വച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതി എന്ന ആ ദിവസം ഞാൻ പ്രാപിക്കും. എനിക്ക് മാത്രമല്ല, അവൾ പ്രിയപ്പെട്ട വെച്ച ഏവർക്കും കൂടെ എന്നാണ്. അപ്പോൾ ദൈവരാജ്യ കിരീടത്തിലുള്ള പ്രത്യാശയിലാണ് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ളത്. ഏത് പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നിരുന്നാലും നമ്മുടെ ലോകജീവിതം നൈമിഷികമാണ്. അത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്കൊരിക്കലും അതിന് നിർണയം കൽപ്പിക്കുവാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കടന്നുപോയാൽ കർത്താവിൻ്റെ കൈകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. എനിക്കും കർത്താവ് നീതിയുടെ കിരീടം നൽകുമെന്നുള്ളതായ ഉറപ്പ്, അത് സത്യസന്ധമായി വിശുദ്ധിയോടെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമായി പാപമോചനം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിരീടം ലഭിക്കുകയുള്ളൂ. ആ കിരീടത്തിനായി നമ്മൾ വാഞ്ചിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കണം. വിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഞാൻ ദിവസേന മരിക്കുന്നുവെന്ന് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദിവസേന മരിക്കുന്നത്? ഓരോ ദിവസവും പാപത്തിനെ മരിച്ച് ജീവനായിട്ട് ഉയർന്നെഴുന്നേൽക്കുകയാണ്. മരണവും ഉയർത്തെഴുന്നേൽപ്പും തൻ്റെ ജീവിതത്തിൽ രാത്രിയും പകലും പോലെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്. കാരണം ഈ മരണത്തിനും ഒക്കെ അപ്പുറമായി എനിക്ക് ലഭിക്കുന്ന കിരീടമുണ്ട്. ആ ജീവകിരീടം അത് പ്രാപിക്കുന്നു എന്നുള്ളതാണ് നമ്മെ ഓരോരുത്തരെയും ഈ ലോക ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കാനും പ്രയാസങ്ങൾ അനുഭവിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതെല്ലാം ശിരസാ വഹിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ജീവകിരീടത്തിൻ്റെ പ്രത്യാശയിലാണ്. അതുകൊണ്ട് മരണത്തെ നമുക്ക് ഭയപ്പെടുവാനില്ല, കഷ്ടതകളെ ഭയപ്പെടുവാനില്ല. കഷ്ടതകൾക്കും മരണത്തിനും അപ്പുറമായി കർത്താവ് നമുക്കൊരു ജീവകിരീടം തരും. അത് 70 കൊണ്ട് 80 കൊണ്ട് കൊടുക്കുന്ന കാലഘട്ടത്തിലേക്കല്ല, എന്നാളും നശിച്ചു പോകാൻ നിത്യജീവൻ ലഭിക്കുന്നതാണ്. ആ വിശ്വാസം പിതാക്കന്മാരെ പോലെ ഉൾക്കൊള്ളുവാൻ നമുക്കും ഇടയാവട്ടെ.